സൺ ടി വിയിലെ സന്തോഷ് നമുക്കൊപ്പം ശരിയാണ്. സന്തോഷ് കുറച്ചുകൂടെ ക്ലാരിറ്റി ഉണ്ടായി കാണുമെന്ന് വിശ്വസിക്കുന്നു. സന്തോഷ്, യഥാർത്ഥത്തിൽ ഈ കുട്ടിയെ കാണാതായി എന്ന വാർത്ത വരുമ്പോഴാണോ വിജയ് പ്രസംഗം അവസാനിപ്പിച്ചത്? അതെ, അതായത് ഇപ്പൊ ഇന്ന് കരൂര് കാലത്ത് ഇവര് പ്രചാരം തുടങ്ങണ സമയത്ത് തന്നെ ഇവർക്ക് ഓരോരോ സ്ഥലത്തിലേക്ക് എത്തിപ്പെടാൻ തന്നെ കുറെ നേരമായിട്ട് പോണ ഒരു അവസ്ഥയാണ് ഇന്ന് തുടങ്ങി നടന്നത്. അതായത് ഇതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ വലിയൊരു തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഈ തിരക്കിന്റെ ഇടയിൽ കുട്ടികളെ കൊണ്ടുവരണ്ടെന്നുള്ള ഇത് വന്നിട്ട് ഇവർക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ വരണ ആൾക്കാർ ചെറിയ കുട്ടികളെ കൊണ്ടുവരണ്ടായി മീറ്റിംഗ് സ്ഥലത്തേക്ക് എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ വിജയിനെ കാണാനുള്ള ഒരു ആർവത്തിൽ എല്ലാവരും ഈ തടിച്ചു കൂടുമ്പോൾ കുട്ടികളെയൊക്കെയാണ് കൊണ്ടിട്ട് എല്ലാവരും ഈ മീറ്റിംഗ് നടക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെയാണ് ഈ കുട്ടീനെ കാണാനില്ല എന്നുള്ള ഒരു വാർത്ത വന്നപ്പോൾ വിജയ് അത് പറഞ്ഞപ്പോഴാണ് ഈ തിരക്കും ഈ ആൾക്കാരൊക്കെ കൂടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടാൻ നിൽക്കണതും, പിന്നെ കുറെ ആൾക്കാർ ഈ തട്ടിന്റെ മുകളിൽ നിന്ന് വിജയിനെ കാണാൻ നിന്ന ആൾക്കാർ താഴ്ത്തു വീണെന്നും പറയണതൊക്കെ ഇങ്ങനെ ഒരു സംഭവം ഇവർ പറഞ്ഞതിന് ശേഷമാണ് ഇത് നടന്നിരിക്കുന്നത്. അതായത് പൊതുവെ ഇപ്പൊ എന്താന്ന് വെച്ചാൽ ഈ വിജയ് ഈ ഒരു ആഴ്ചയിൽ ഒരു ദിവസം എന്ന് പറഞ്ഞിട്ട് ഈ മീറ്റിംഗ് ഫിക്സ് ചെയ്തതും ഇതിനെ തുടർന്ന് ഈ ആൾക്കാർ ഒരു താലൂക്കയുടെ ഉള്ളിൽ മാത്രം വെക്കുകയാണെങ്കിൽ പ്രശ്നം ഉണ്ടാവില്ല, തിരക്ക് ആ സ്ഥലത്തിലത്തെ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇതൊരു ഡിസ്ട്രിക്റ്റ് ആയിട്ട് വെക്കുമ്പോഴാണ് ഇത്രയും തിരക്ക് തടിച്ചു കൂടുന്നതും അതിന്റെ ഇടയിൽ കുറെ പ്രശ്നങ്ങൾ വരുന്നതും. ലാസ്റ്റ് ഇവര് എല്ലാം കുറെ മീറ്റിങ്ങുകൾ ഇങ്ങനെ പ്രശ്നങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു തിരക്കിന്റെ ഉള്ളിലും ഇങ്ങനെ ഒരു നടന്നിരിക്കാൻ പാടില്ലാത്ത ഒരു സംഭവമാണ് നടന്നിരിക്കുന്നത്. ഇത് ഈ തിരക്ക് വർദ്ധിച്ച് വന്നതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ ഒരു സ്ഥലത്ത് വിജയിനെ കണ്ടിട്ട് ഇവര് അവരെ വിജയിനെ പിന്തുടരുകയാണ് ചെയ്യുന്നത്. ഒരു സ്ഥലത്തിലത്തെ ആൾക്കാർ വിജയിനെ കണ്ടതിന് ശേഷം തിരിച്ചു പോണില്ല. അപ്പൊ ഇവര് എല്ലാം ഒന്നിച്ച് ഒരു സ്ഥലത്ത് കൂടുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ തുടർന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഇത് ഇനി അടുത്ത കാലത്ത് ഇങ്ങനെ നടക്കാണ്ടിരിക്കാനുള്ള രീതിയിൽ ഇവരെല്ലാരും കൂടിയിട്ട് ഒരു തീരുമാനം എടുത്തിട്ട് എങ്ങനെയാണ് ഇതിന്റെ പ്രചാര രീതികൾ മാറ്റുക എന്നുള്ള രീതിയിൽ ഇവർ തീരുമാനം എടുക്കണം. ഇല്ലെങ്കിൽ ഇതുപോലത്തെ തിരക്കും പ്രശ്നങ്ങളും വരാനുള്ള സാധ്യതകൾ അധികമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. സന്തോഷ്, ശരിക്കും യഥാർത്ഥത്തിൽ ഇത്ര വലിയൊരു ജനക്കൂട്ടം ഉണ്ടാകുമ്പോൾ ഇത്തരം ആപൽഘട്ടങ്ങളൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഈ മുൻകരുതലുകൾ ഈ വിജയ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ എടുത്തിരുന്നില്ല എന്നാണോ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? തീർച്ചയായിട്ടും നമ്മളത് എടുക്കണം. എന്താന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും ജനങ്ങളെ ഒരു സ്ഥലത്തിലേക്ക് കൊണ്ടുവന്ന് നമ്മളെ പ്രചാരം ചെയ്യാനുള്ള ഒരു തീരുമാനം എടുക്കുമ്പോൾ നമ്മൾ ഇതിനൊക്കെ ഉത്തരവാദപ്പെട്ട ആൾക്കാരാണ്. അപ്പോൾ എന്താന്ന് വെച്ചാൽ മരിച്ചു പോണ ആൾക്കാരൊക്കെ നമ്മൾ കാണാൻ വേണ്ടി വരുന്ന ഒരാൾക്കാരാണ്. അപ്പൊ ഇവരാണ് ഇത് മുമ്പേ ഇവർ തീരുമാനിച്ച് എങ്ങനെ നമ്മൾ തിരക്ക് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. ഒരു നിമിഷം സന്തോഷ്, യഥാർത്ഥത്തിൽ ഈ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചവരുടെ എണ്ണം 28 എന്ന രീതിയിലുള്ള വാർത്തകൾ കൂടി വരികയാണ്. അത്യന്തം ഖേദകരവും ഷോക്കിങ്ങുമായിട്ടുള്ള വാർത്തയാണ് പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കുന്നത്. തമിഴ്നാട്ടിലെ കരൂറിലെ ജില്ലയിലെ വേലിച്ചാമിപുരത്ത് വിജയുടെ റാലിയിൽ പങ്കെടുത്ത തിക്കിലും തിരക്കിലും പെട്ടുപോയ ആളുകളിൽ 28 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്ന ഷോക്കിംഗ് ആയിട്ടുള്ള വാർത്ത പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. ഒരുപക്ഷെ ഇത്തരമൊരു മഹാറാലിക്കിടെ ഉണ്ടായ തിരക്കിൽ ഇത്രയധികം ആളുകൾ മരിച്ചു എന്നുള്ളത് ഒരുപക്ഷെ വളരെ ഷോക്കിംഗ്. സന്തോഷ്, പറയൂ. അതായത് നമ്മൾ ഇനി ഇവര് ഒരു കാര്യം ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ നമ്മളാണ് അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ട ഒരു സ്ഥലത്ത് നിൽക്കുന്നത്. അപ്പൊ ഇവര് വരണ സമയത്ത് ഏതൊക്കെ സ്ഥലത്ത് നമുക്ക് നിന്നാൽ നമുക്ക് തിരക്ക് നിയന്ത്രിക്കാൻ പറ്റും എന്നുള്ള ഒരു രീതിയിൽ ഇവര് ആദ്യമേ ഇത് ഒരു പ്ലാൻ ചെയ്യണം. അങ്ങനെയാണ് തമിഴ്നാട്ടിലുള്ള നേതാക്കന്മാരൊക്കെ ഇപ്പോൾ എല്ലാ സ്ഥലത്തും ഇലക്ഷന് സമയത്ത് ഇവർ പ്രചാരത്തിന് പോകുന്നുണ്ട്, പ്രചാരം ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവർക്ക് ഇത് എന്താണ് ഈ തീരുമാനം എടുക്കാൻ എന്താണ് കാരണം എന്നുള്ളത് നമുക്കറിയില്ല. അതായത് ഒരു ഡിസ്ട്രിക്ട് കംപ്ലീറ്റ് ഒരു ദിവസം ഇവര് ചുറ്റിക്കറങ്ങി പ്രചാരം ചെയ്യാന്നുള്ള ഒരു തീരുമാനം എടുക്കാൻ കാരണം എന്താണെന്ന് അറിയില്ല. പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് ഒരു താലൂക്ക് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ താലൂക്കയിൽ മാത്രം അന്നത്തെ ദിവസം പ്രചാരം ചെയ്യണം. അപ്പൊ അവിടെ നിന്ന് വന്ന് നമ്മളെ കണ്ട ആൾക്കാർ തിരിച്ചു പോയി കഴിഞ്ഞാൽ അടുത്ത ഒരു താലൂക്കാവിൽ വന്നിട്ട് നമുക്ക് അതിന്റെ തിരക്കിനെ നിയന്ത്രിക്കാൻ പറ്റും. ഇപ്പൊ ഇവര് കണ്ടിന്യൂ ആയിട്ട് പോകുമ്പോൾ ഈ വിജയ് രസികர்கள் എല്ലാവരും അവരെ പിന്തുടർന്ന് പോയിട്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഒരു സ്ഥലത്തില് ഓൾറെഡി ഒരു 10,000-20,000 പേര് നിൽക്കുന്ന സമയത്ത് ഇവിടെ നിന്ന് പോണ ആൾക്കാരും അവിടെ നിന്ന് ചേർന്ന ആൾക്കാരും ഒന്നിച്ച് നിൽക്കുകയാണ് അവിടെ. അപ്പൊ ഇതുപോലത്തെ പ്രശ്നങ്ങൾ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇവര് ഇനി വരണ സമയത്ത് എതിർകാലത്തിൽ ഇവർ ഒരു തീരുമാനം എടുത്ത് എങ്ങനെയാണ് ഇത് പ്ലാൻ ചെയ്ത് ചെയ്യണം. അപ്പൊ അതിനുള്ള സംവിധാനങ്ങൾ ഈ ഇവരെടുക്കണം. അതാണ്. വേലിച്ചാമിപുരത്താണോ ഉള്ളത് സന്തോഷ്? അല്ല, ഞാനിവിടെ കോയമ്പത്തൂരാണ് ഉള്ളത്. അത് ശരി. ഓക്കെ സന്തോഷ്, എന്തായാലും വല്ലാത്ത സങ്കടകരമായ കാര്യമായി പോയി. പിന്നീട് താങ്കളെ ബന്ധപ്പെടാം. താങ്ക് യു.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.